നമസ്കാരം. കേരളത്തിൽ CPM-ഉം BJP-യും ചേർന്ന് CJP എന്ന പേരിൽ പ്രവർത്തിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിൽ CPM-ഉം BJP-യും ഒന്നിച്ച് CJP ആയി പ്രവർത്തിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇടത് MP-മാർ രംഗത്തെത്തുകയും ചെയ്തു. ഡൽഹിയിൽ ഇന്ന് ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇടതു നേതാക്കളായ P. സന്തോഷ് കുമാറും ജോൺ ബ്രിട്ടാസും തങ്ങളുടെ അതൃപ്തി അറിയിച്ചത്. P. സന്തോഷ് കുമാറും ജോൺ ബ്രിട്ടാസും ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ സാധാരണമാണ്. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി സഖ്യകക്ഷികളെയോ പ്രതിപക്ഷ കൂട്ടായ്മകളെയോ ദുർബലപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിനോടുള്ള അവഗണനയായി മാറും. രാഹുൽ ഗാന്ധിയുടെ CJP ആരോപണം കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല. കേരളം ദീർഘകാലമായി മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തമായ കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ CPM നേതൃത്വത്തിലുള്ള ഇടത് പ്രസ്ഥാനങ്ങൾ BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലകൊണ്ട ചരിത്രമാണുള്ളത്. വിദ്യാഭ്യാസം, സാമൂഹ്യ നീതി, മതനിരപേക്ഷത എന്നീ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന പോരാട്ടങ്ങളിലാണ് ഇടത് രാഷ്ട്രീയത്തിന്റെ മുഖ്യ പങ്ക്. അത്തരമൊരു പാർട്ടിയെ BJP-യുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ അവബോധക്കുറവിനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെയോ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വിശാല പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ BJP-യുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ അവസരം നൽകിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദുർബലതകളാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ശക്തമായിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് പല സംസ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും തളർന്ന അവസ്ഥയിലാണ്. സംഘടനാപരമായ ക്ഷയവും നേതൃപരമായ ആശയക്കുഴപ്പവും കോൺഗ്രസിനെ ദുർബലമാക്കിയപ്പോൾ അതിന്റെ രാഷ്ട്രീയ ശൂന്യതയാണ് BJP പല സംസ്ഥാനങ്ങളിലും പ്രയോജനപ്പെടുത്തിയത് അല്ലെങ്കിൽ മുതലെടുത്തത്. അതിനാൽ BJP-യുടെ ഉയർച്ചയ്ക്ക് ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് ചുമത്തുന്നതിന് മുൻപ് കോൺഗ്രസ് സ്വന്തം രാഷ്ട്രീയ വീഴ്ചകളെ വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. പാർലമെന്റിലെ രാഷ്ട്രീയ നിലപാടുകളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കൂടുതൽ ശക്തമാക്കും. രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് സർക്കാരിനെ ശക്തമായി ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ പല നിർണായക വിഷയങ്ങളിലും കോൺഗ്രസ് നേതൃത്വം സർക്കാരിനെതിരെ വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടം ഉയർത്താൻ പര്യാപ്തമായ ദൃഢത കാണിക്കുന്നില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. സാമ്പത്തിക നയങ്ങൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ പ്രതിപക്ഷ നിലപാട് ആവശ്യമാണെങ്കിലും അത് പലപ്പോഴും ദുർബലമായി കാണപ്പെടുന്നു എന്നതാണ് വിമർശകരുടെ വാദം. ഇതോടൊപ്പം തന്നെ BJP-യുടെ വർഗീയവും കേന്ദ്രീകൃതവുമായ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ പരസ്പര ബഹുമാനവും ഏകോപനവും അനിവാര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷ ഐക്യത്തെ തന്നെ ബാധിക്കുന്നതാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം BJP-യുടെ ഏകാധിപത്യ പ്രവണതകളെ ചെറുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനായി ഒരുമിച്ച് നിൽക്കേണ്ട പാർട്ടികൾ തമ്മിൽ പരസ്പര ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയ നേട്ടം ഒടുവിൽ BJP-ക്കാണ് ലഭിക്കുക. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ ജനാധിപത്യ മത്സരം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. BJP പോലുള്ള ശക്തികൾക്ക് വലിയ പിന്തുണ ലഭിക്കാത്തതും ഈ രാഷ്ട്രീയ ബലകേന്ദ്രങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. അതിനാൽ CPM-നെ BJP-യുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധത്തെയും ജനാധിപത്യ പാരമ്പര്യത്തെയും അപമാനിക്കുന്നത് പോലെ തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിലാണ്. കേന്ദ്രത്തിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന പ്രവണതയും മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വളർച്ചയും ഭരണഘടനാപരമായ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന കടമ പരസ്പരം കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ശക്തമായ ഐക്യമാണ്. അതിനാൽ രാഷ്ട്രീയ ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ ആരോപണങ്ങളിലൂടെ സഖ്യകക്ഷികളെ ലക്ഷ്യമിടുന്നതിന് പകരം രാജ്യത്തിന്റെ ജനാധിപത്യ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളിലേക്കാണ് നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. BJP-യുടെ അധികാര രാഷ്ട്രീയത്തെ ചെറുക്കാൻ ശക്തമായ പ്രതിപക്ഷ ഐക്യവും വ്യക്തമായ രാഷ്ട്രീയ നിലപാടും അനിവാര്യമാണ്. അതിനായി പരസ്പര ബഹുമാനവും യാഥാർത്ഥ്യ ബോധവുമുള്ള രാഷ്ട്രീയ സംഭാഷണമാണ് ഇന്നത്തെ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യം.